ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു പോലീസ് കേസ് എന്ന് പറയാം. കേസായില്ല. കേസായില്ല അതിന് കേസാണ്ട് ഇതൊന്നും ഇല്ല. ഇല്ല. അപ്പൊ ഒരു ഒന്ന് വെരിഫൈ ചെയ്യാൻ വിളിച്ചു. വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ ഇന്നലെ ഒരു സർപ്രൈസ്. ഞങ്ങൾ ഇവിടെ ഇതിനകത്ത് എന്ത് ചെയ്തോണ്ടിരിക്കുക, റൂമിനകത്ത് എന്താ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ മായിന് എന്തോ ഒരു കോള് വന്നു. മായി വന്നിട്ട് പറഞ്ഞു ഇത്തിരി യൂട്യൂബിൽ നിന്നാണ് എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇവന്റെ ഫോണിൽ എന്തിനാ എന്നെ വിളിക്കുന്നത്, എന്റെ പേര് വിളിക്കുന്നത്, എന്റെ നമ്പറിലല്ലേ വിളിക്കണ്ട. അപ്പൊ അങ്ങനെ വിളിച്ചപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നാ, പോലീസാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് ടെൻഷനായി, അയ്യോ എന്ത് പറ്റി. അപ്പം ഒന്നും ചെയ്തില്ലല്ലോ, ചോദിച്ചില്ലല്ലോ എന്ത് പറ്റിയത്, ഇവന്റെ ഫോണിൽ എന്നെ വിളിക്കുന്നേന്ന് ചോദിച്ചു. ആദ്യം ആ സാർ എന്നോട് ഈ വീട് എവിടാ, കറക്റ്റ് പ്ലേസ് എവിടാന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് മാന്യമായിട്ടാ സംസാരിച്ച, പ്ലേസ് എവിടെയാണ്, കറക്റ്റ് പ്ലേസ്, എത്ര വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ കറക്റ്റ് പ്ലേസ് ഒക്കെ പറഞ്ഞു കൊടുത്ത്. ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 3 വർഷം അവിടെ 3 വർഷത്തോളമായി. അപ്പോഴും ഈ വീട്ടിലല്ലേന്ന് അപ്പൊ തൊട്ട് താമസിക്കാൻ തുടങ്ങിയതാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ കാര്യം പറയാം, ഈ സ്ഥലമൊക്കെ വെരിഫൈ ചെയ്തിട്ട് പിന്നെ എന്നോട് കാര്യം പറഞ്ഞു. ഇവന്റെ ഫോൺ, ഇവനിപ്പോ യൂസ് ചെയ്യുന്ന ഫോൺ വല്ലുമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. വല്ലുമ്മ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. അപ്പം അതിന് ഈ 1 വർഷത്തിനിടയ്ക്ക് ഇവനെ കൊടുത്തതാണ് അല്ലേ ഫോൺ. ഉമ്മ മരിച്ച ശേഷം ആ ഫോൺ വെറുതെ ഇരിക്കുവായിരുന്നു. അപ്പം ഇവന്റെ പഠനാവശ്യത്തിന് എടുത്തായിരുന്നു ആ ഫോൺ. ആ ടൈമിലാണ് പിന്നെ VIയുടെ ഫ്രീ സിം കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു എടുത്ത്, ഇക്കായി പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് ഈ ഐഫോണിൽ ഒരു സിമ്മല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ ഇവന്റെ ഫോണിലായിട്ടത്. അതുകൊണ്ടാണ് എന്റെ ആധാർ വെച്ചെടുത്ത് സിം ആയതുകൊണ്ടാണ് ആ നമ്പറിൽ വിളിച്ചത്, എന്റെ പേര് ചോദിച്ചത്. അതാര് പറഞ്ഞു രാവിലെ 9:30 ആകുമ്പോ സ്റ്റേഷനിൽ വരണം, നോർത്തിൽ വരണമെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോ കറക്റ്റ് 9:30 ആയില്ലേ, കറക്റ്റ് 9:30 അവിടെ എത്തി. കറക്റ്റ് അവരുടെ അടുത്ത് ചെന്ന ഒരു സാറിന്റെ അടുത്ത് ഞങ്ങൾ ഇന്നലെ വിളിച്ച് സാറിനെ വിളിച്ചിട്ട് വേറൊരു സാറിന്റെ കൊണ്ട് കൊടുത്തു. അപ്പൊ പറഞ്ഞു ഇങ്ങനൊക്കെ ഒരു സാറ് വരണം, സാറ് വന്നിട്ട് നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇതാക്കാന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്യാനൊക്കെ നമ്മള് നല്ല രീതിയിൽ സംസാരിച്ച് എല്ലാം കിട്ടിയത്. അപ്പൊ വേറെ ആ സാറ് വന്നെന്നും പറഞ്ഞ് ഞങ്ങള് വിളിച്ചു. ആ സാറ് വന്ന് എല്ലാം, അപ്പൊ ഞങ്ങളെല്ലാം കയറി. ഞാൻ ആദ്യമായിട്ടാ ജയില് കാണുന്നത്. അപ്പൊ നമ്മള് TV കാണുമ്പോ മറ്റേ ഒറ്റ വാതിലില്ല, മറ്റേ ഇരുമ്പ് കമ്പിയിലെ ജയിലല്ലേ, പക്ഷെ ഇത് അങ്ങ് നീളത്തിലെ ജയിൽ. അത് കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു ഇത്, ആദ്യമായിട്ട് ജയിലൊക്കെ കാണുമ്പോ ഒരു ഇത്. പിന്നെ ഞങ്ങള് 3 പേരുമാണ് ആദ്യം അകത്ത് കയറി. സിയാമോളും ഉണ്ടായിരുന്നു. ആദ്യം അകത്തോട്ട് കയറിയപ്പം എന്തുവാ ആ സാറ് പറഞ്ഞ് കൊച്ചിനെയും കൊണ്ട് ഇവിടെ നിൽക്കണ്ട, പുറത്തോട്ട് പോകുന്നു. അപ്പൊ ഞാൻ നേരത്തെ വെയിറ്റ് ചെയ്ത് ആ സ്ഥലത്ത് പോയിരുന്നു. പിന്നെ ഇവരോടെ ചോദിച്ചു. സാറ് നമ്മുടെ മര്യാദക്ക് എല്ലാ കാര്യമൊക്കെ ചോദിച്ചു. നമ്മൾ എന്നാണൊക്കെ കാര്യം എല്ലാം സാറിനോട് പറഞ്ഞു. സാറ് എന്നിട്ട് പറഞ്ഞു അപ്പൊ ഫോൺ എന്തായാലും ഇന്ന് ആ പുള്ളിക്ക് മറ്റേ ഉടമസ്ഥന് കൊടുക്കണം. മറ്റേ ഫോൺ എപ്പോഴാ പോയത്, 2003 പോയ ഫോണാണ്. 2023 പോയ ഫോണാണ്. അപ്പൊ ആ ഫോൺ അതിന്റെ ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ കാണിച്ചു. അപ്പൊ പുള്ളി കേസ് കൊടുത്തതാണ്. പുള്ളി ഇവിടെ തൊണ്ടാകുളങ്ങര എവിടെ കണ്ടുള്ളൂ പുള്ളി. അപ്പൊ അവിടുന്ന് ഫോൺ മാറി ഇങ്ങോട്ട് ഏതോ പരിസരത്ത് ഏതോ മൊബൈൽ കട വന്ന് അങ്ങനെ ഉമ്മ ഫോൺ എടുത്തത്. അവിടെ കൊടുക്കാതെ നേരെ ഇങ്ങോട്ട്, ആലപ്പുഴ ടൗണിൽ കൊടുക്കാതെ അവിടുന്ന് 10 കിലോമീറ്റർ താണ്ടി ഇവിടെ ഒന്നും കണ്ട. അപ്പൊ അവിടെ ഫോൺ സെറ്റ് മാറി ഇവിടെ വന്നപ്പോ ഉമ്മ സെക്കൻഡ് അവിടുത്തെ ഒരു മൊബൈൽ കടയിൽ നിന്ന് മേടിച്ച് അത് ഇങ്ങനെ വന്നിട്ട് ഇന്ന് ആ ഫോൺ ആ പുള്ളിക്ക് ഇന്ന് കൊടുത്തു. അപ്പൊ ഈ കാര്യം ചോദിക്കാൻ വേണ്ടി ഇന്ന് വിളിച്ച് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് അവിടെ അവര് പോലീസുകാർ പക്കായിട്ട് നമ്മൾക്ക് പെരുമാറിയത് എല്ലാം നൈസായിട്ടും എല്ലാം ഒന്നുമില്ല. നിങ്ങൾ ഇത് എല്ലാം ഉണ്ട്. ഫോൺ പക്ഷെ കൊടുക്കേണ്ടി വരും. നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മളെ ഫോൺ അവിടെ കൊടുത്ത് അവർക്ക് കൊടുത്തപ്പം നല്ല രീതിക്കാണ് പോലീസൊക്കെ സംസാരിച്ചത്. പിന്നെ അപ്പൊ തന്നെ അത് കൊടുത്തു കഴിഞ്ഞപ്പോ തന്നെ അവര് പറഞ്ഞു കുഴപ്പമില്ല, അരമുക്കാൽ മണിക്കൂറല്ലേ, അരമുക്കാൽ മണിക്കൂർ സ്റ്റേഷനിൽ വന്നു. മൊത്തത്തില് ആ സാറിനെ കാത്തു നിന്നതും ഇവര് അരമണിക്കൂർ അത്ര ഉള്ളൂ. കാര്യം 9:00 നമ്മളവിടെ എത്തി. 10 മണിക്ക് ഈ സാറ് വന്നത്, 10 മണിക്ക് അങ്ങണ്ടാ വന്നത്. ആ ടൈമേ ഉള്ളു. പിന്നെ ഇവരെ ഒരു 15 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. 3/4 മണിക്കൂറിനുള്ളിൽ 15 മിനിറ്റ് അല്ലേ, 10:15 10:20 ആയപ്പോ നമ്മൾ എത്രയൊക്കെ ആയിട്ടുള്ളൂ. ആ ടൈമിലൊക്കെ എല്ലാം കഴിഞ്ഞു.
അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. പക്ഷെ ഫോണും കൊടുക്കേണ്ട വന്നു. ആ പുള്ളിയുടെ 2023 പോയ ഫോണാണ്. 2025 കിട്ടിയ ഒക്ടോബർ 7 പുള്ളിക്ക് കിട്ടുന്നത്. ഇന്നാണ് ആ ഫോൺ കിട്ടുന്നത്. അപ്പൊ എല്ലാരും കടയിൽ നിന്ന് സെക്കൻഡ് ഫോൺ എടുക്കുന്നവര് ഓർക്കുക, എവിടെ ഇത് എന്താണ്, ഇത് ആരുടെ ഫോണാന്നൊക്കെ ആലോചിച്ചിട്ടൊക്കെ കണ്ടിട്ടൊക്കെ എടുക്കാറ് കേട്ടോ. അല്ലെങ്കിൽ ഇതാർക്ക് വിളിക്കും, അതിന്റെ ഫോണും കൊണ്ടുപോകും, പൈസ പോകുമ്പോ നമ്മുടെ പോകും. നമ്മള് പൈസ കൊടുത്ത് മേടിക്കും. ഇത് കേസി കിടക്കുന്ന ഫോണൊക്കെ കേസി കിടക്കുന്ന ഫോൺ. അതൊന്നും സെക്കൻഡ് നമുക്ക് കടയിൽ നിന്ന് ഫോൺ അറിയാൻ പറ്റുമോ? എന്ത് ഈ ഇത് കൊണ്ടുവന്ന ഫോണാണോ അടിച്ചോണ്ട് വന്ന ഫോണാണോ? അത് കടക്കാരെല്ലാം അല്ല, അറിയാൻ പറ്റും. എങ്ങനെ പോലീസുകാരോട് ചെയ്യുന്നുണ്ട്. പോലീസുകാർ ഐഫോണൊക്കെ കണ്ടുപിടിക്കും. IMEI നമ്പർ വെച്ചിട്ട് ഇതാതെ IMEI നമ്പർ ചോദിച്ചാൽ ഇപ്പൊ IMEI നമ്പർ ചോദിച്ചു നോക്ക്. 2 IMEI നമ്പർ ഉണ്ടല്ലോ, സിം 1 സെക്കൻഡില്. അപ്പൊ സെക്കൻഡിലാണ് ഇപ്പൊ പിടിച്ചത്. പുള്ളിയുടെ അവസ്ഥ ആലോചിച്ചു. 2023 പോയ ഫോണാ. പുള്ളിക്ക് ഭാഗ്യമുണ്ട്. ഭാഗ്യമുണ്ട് പുള്ളിക്ക്. കിട്ടിയത് 2025 ഫോൺ കിട്ടി. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഷെയർ ചെയ്യാൻ, നമ്മുടെ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പോലീസ് വന്നതാണ്. സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ പറഞ്ഞു. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഈ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാരും ശ്രദ്ധിച്ച് ഫോൺ എടുക്കുക, ഇല്ലെങ്കിൽ ഇത് കണക്കത്തെ വള്ളിയൊക്കെ വരും. ഓക്കെ, ടാറ്റാ.